ജയോ ഹരി ജയോ രാധ മാധവ ജയോ കുഞ്ച വിഹാരി ജയ ഗോപി ജന വല്ലഭ ജയ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയോ യശോധനന്ദന വ്രജ ജനരഞ്ജന യശോധനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാവനചാരി യമുന തീരാവനചാരി ജയോ രാധ മാധവ ജയോ കുഞ്ച വിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ ശ്രീല പ്രഭുപദ ജയ ഗുരുദേവ ജയ ഗുരുദേവ ജയ ഗുരുദേവ ശ്രീല ഗുരുദേവ ഹരേ കൃഷ്ണ. മാതാജി പ്രണാമം, ദണ്ഡവത് പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക്സ് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും തുടങ്ങട്ടോ പ്രഭു. ഹരേ കൃഷ്ണ. തുടങ്ങാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തത്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രഗദാത് പത്മൈരഭിവ്യക്തചതുർഭുജം കിരീടിനം കുണ്ടലിനം കേയൂരവലയാന്വിതം കൗസ്തുഭാഭരണഗ്രീവം പീതകൗശേയവാസസം. പ്രാസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനേക്ഷണം സുനാസം സുപ്രുമം ചാരുകപോലസുരസുന്ദരം കാഞ്ചീകലാപപര്യസ്തം ലസത്കാഞ്ചനനൂപുരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം. കൊണ്ടൽ വർണ്ണ തിരുമേനിയെ സദാ കണ്ടു മരുവുന്ന രാധികെ നീണ്ട നീല നയനങ്ങൾ കൊണ്ടു വൈകുണ്ഠഗാത്രമിവനൊന്നു കാട്ടണേ. ഇന്ദ്രനീല നന്ദനന്ദന ചന്ദ്രഭാന ശതതുല്യ ശോഭയോടെന്നുമെൻ ഹൃദയ
കുണ്ടലചാരുകർണ പ്രാജത്കപോല സുഭഗം സവിലാസഹസം നിത്യോത്സവന്നത ഋഷിഭിബന്ധ്യോ ആര്യോ നരാശ്ച മുദിതാ കുപിതാ നിമേശ്ച. ഹരേ കൃഷ്ണ. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ കുതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ കുതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്യതി നാമിനേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. അതുപോലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ എടുത്ത ക്ലാസ് എടുത്തത് എവിടം വരെയാണെന്ന് നോക്കാം. ശ്ലോകം 16 എടുത്തു അല്ലേ? ഹരേ കൃഷ്ണ. 14 എടുക്കണ്ടേ? ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ശ്ലോകം 13 വരെയും നമ്മള് കണ്ടത്. 13ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? പശുക്കളും മറ്റും അദ്ദേഹത്തിന്റെ ഇടത് ഭാഗത്തുകൂടി കടന്നു പോകുന്നതായും അദ്ദേഹത്തെ സർക്കമാമ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായും അതുപോലെ ഹോഴ്സസ് ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതായും നമ്മള് 13ാമത്തെ ശ്ലോകത്തിലെ കണ്ടു. ശസ്താ കുർവന്തി മാം സവ്യം ദക്ഷിണം പശവോപരേ വാഹാംശ്ച പുരുഷ വ്യാഘ്ര രക്ഷയേ ഉദതോ മമ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് 14ാമത്തെ ശ്ലോകം നോക്കാം. ഇതെല്ലാം ഓരോ ലക്ഷണങ്ങളാണ്. ഇതെന്തിന് പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഏതെങ്കിലും സമയത്ത് നമുക്ക് ഒരു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാം. മനുഷ്യരാണ്. അപ്പൊ നമുക്കിതൊക്കെ ഉണ്ടാകുന്ന അവസരത്തില് യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതലായി ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും ചിന്തകളും മനസ്സും എല്ലാം ആ ഒരു മനസ്സിനെ തന്നെ അർപ്പിച്ചു കഴിയുമ്പോൾ ചിത്തം കൂടി അതിൽ ഉൾപ്പെടും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു സമാധാനം ഭഗവാനിൽ നിന്ന് കിട്ടുന്നതായി നമുക്ക് അനുഭവപ്പെടാൻ വേണ്ടിയാണ് നമുക്കിതെല്ലാം ഇങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്ന. ഓരോ ദുർലക്ഷണങ്ങളും നമ്മൾക്ക് ഓരോ സമയത്തും അനുഭവപ്പെടാമെന്നും ആ അനുഭവപ്പെടുന്ന എന്തെങ്കിലും വരാനിരിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണെന്നും ആ ലക്ഷണത്തെ നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഭഗവാൻ അതിന് എന്തെങ്കിലും ഒരു സമാധാനം തരാൻ, മാറ്റി തന്നില്ലെങ്കിലും അതിനൊരു സമാധാനം, മനസ്സമാധാനം നമുക്ക് തരാൻ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു അപേക്ഷ കൂടിയാണ് ഇവിടെ. ഭഗവാനോടുള്ള അപേക്ഷ അത് നമ്മൾ മറക്കരുത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. മൃത്യുദൂത കപോതോയം ഉലൂക കമ്പയൻ മനഃ പ്രത്യലോകശ്ച ഭുവാനീർ വിശ്വം വൈശൂന്യമിച്ഛതാ. മൃത്യുദൂത കപോതോയം ഉലൂക കമ്പയൻ മനഃ പ്രത്യലോകശ്ച ഭുവാനീർ വിശ്വം വൈശൂന്യമിച്ഛതാ. വേർഡ്സ് ശ്രദ്ധിക്കൂ. മൃത്യു ദൂത കപോത അയം. മൃത്യു ദൂത കപോത അയം ഉലൂക കമ്പയൻ മനഃ പ്രത്യലൂക ച കുഹ്വാനൈഹി വിശ്വം വൈ ശൂന്യം ഇച്ഛത. മൃത്യുദൂത കപോതോയം ഉലൂക കമ്പയൻ മനഃ പ്രത്യലൂകശ്ച കുഹ്വാനൈർ വിശ്വം വൈശൂന്യം ഇച്ഛത. മൃത്യു മരണം എല്ലാവർക്കും അറിയാം. ദൂതഹ ദൂതൻ. കപോത എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുള്ളൂ, മലയാളത്തിൽ അറിയാവുന്നതാണ്. മാടപ്രാവിനെയാണ് കപോതം എന്ന് പറയുന്നത്. അയം എന്ന് പറഞ്ഞാൽ ഇത്. ഉലൂക എന്ന് പറഞ്ഞാൽ ഉലൂക മൂങ്ങ കരയുന്ന. കമ്പയൻ നടുങ്ങുന്നു, കമ്പയൻ ചെയ്യുക, അത് മലയാളത്തിലുണ്ട് വാക്ക്. കമ്പയൻ നടുങ്ങുന്നു. മനഃ മനസ്സ്. പ്രത്യലൂക അത് മൂങ്ങകളുടെ വൈരികൾ. പ്രത്യലൂക എന്നും നമ്മൾ ചിലപ്പോൾ കേൾക്കാറുണ്ട്. സംസ്കൃതത്തിൽ നിന്ന് എടുത്ത വാക്കാണ് പ്രത്യുലൂക എന്ന് പറയുമ്പോൾ കാക്കകളെയാണ് പ്രത്യുലൂക എന്ന് പറയുന്നത്. മലയാളം വാക്കല്ല, സംസ്കൃത വാക്കാണ്, പക്ഷെ ഇത് മലയാളത്തിലുണ്ട്. ച എന്ന് പറഞ്ഞ കുഹ്വാനൈ എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ട്, ആക്രന്ദനം. വിശ്വം ഭൂമി, വിശ്വം തന്നെ. വൈ അല്ലെങ്കിൽ ശൂന്യമായ ഇച്ഛത ആഗ്രഹിക്കുന്നു. ഇത്രയും വാക്കുകളേ ഉള്ളൂ ഇതിനകത്ത്. അതിലെ പ്രധാനം നിങ്ങൾ പഠിച്ച കപോതം, ഉലൂക, കമ്പയൻ, പിന്നെ പ്രത്യുലൂക മൂങ്ങകളുടെ വൈദികളായ കാക്കകൾ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. കുഹ്വാനൈ ആക്രന്ദനം ചെയ്യുന്നു. കുഹ്വാനൈ
പിന്നെ അതുപോലെ ഇച്ഛ, വേറെ വാക്കില്ല. പുതുതായിട്ട് വാക്കുകളൊന്നും വേറെ ഇല്ല. ഇത്രയും വാക്കുകളാണ് അവിടെ പുതുതായിട്ടുള്ളത്. ശ്ലോകം ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. മൃത്യുജൂയക്കബോധോയൂഹകമ്പയൻ മനഃ പ്രത്യുലുകച്ഛുഖ്യാനൈ വിശ്വം വൈശൂന്യമിച്ഛതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മളെ വേർഡ്സ് ഒക്കെ നിങ്ങളിപ്പം സംസ്കൃത വേർഡ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു പോവാണ്. സംസ്കൃത വേർഡ്സ് ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് പിരിക്കാൻ മനസ്സിലാകുന്നു, അതുപോലെ ചേർക്കാനും മനസ്സിലാകുന്നു അല്ലേ? മൃത്യുദൂത കബോധ അയം, കബോധ അയം, അതാണ് കബോധോയം എന്ന് പറഞ്ഞിരിക്കുന്നത്. കബോധ അയം ഉലൂക എന്ന 3 വാക്കുകളാണ് അവിടെ ഉള്ളത്. കബോധ അയം ഉലൂക. അപ്പൊ അത് നിങ്ങൾ പിരിച്ചെടുക്കും. ഇങ്ങനെ ഓരോ വേർഡ്സും 2-3 വാക്കുകൾ ഒന്നിച്ച് ചേർത്ത് പറയുമ്പോൾ അതിനെ നമ്മൾ എന്താണ് പിരിച്ചെഴുതുക എന്ന് മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ പിരിച്ചെഴുതുമ്പോൾ നിങ്ങൾക്ക് ആ വാക്കുകൾ എളുപ്പം പ്രൊനൗൺസ് ചെയ്യാനും കഴിയും, അർത്ഥം മനസ്സിലാക്കാനും കഴിയുമെന്നുള്ളതാണ്. അപ്പം മൃത്യുദൂത കബോധോയം ഉലൂക കമ്പയൻ മനഃ പ്രത്യുലൂകശ്ച ഉഹ്വാനൈർ വിശ്വം വൈശൂന്യമിച്ഛത. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ദേശി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്യതന്തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീശാഗാന്യതംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരു കൃപാസിന്ധുഭ്യവജാപതീതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ശ്രീല ഗുരുദേവ് കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. ഇതിലെ വിവർത്തനത്തില് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം അനുജനോട് പറയുകയാണ്, ഈ മാടപ്രാവിനെ നോക്കൂ, അതേ ഒരു മരണദൂതനെ പോലെയാണ്. മൂങ്ങകളുടെയും അവരുടെ വർഗവൈരികളായ കാക്കകളുടെയും ആക്രന്ദനങ്ങൾ കാരണം ശബ്ദം ഉണ്ടാക്കുന്ന കാരണം എന്റെ ഹൃദയം നടുങ്ങിപ്പോകുന്നു. സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ശൂന്യമാക്കാൻ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഇത് തോന്നിക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ മരണദൂതനെ പോലെ ഇത് പ്രവർത്തിക്കുന്നു. അപ്പൊ എനിക്ക് അതുപോലെ അപ്പൊ ഇവിടെ ആരെയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്? മാടപ്രാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മൂങ്ങകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കാക്കകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിനെ ഭയപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമ്പൂർണ്ണ പ്രപഞ്ചവും ശൂന്യമായി പോകാൻ അവർ ആഗ്രഹിക്കുന്നത് പോലെ തോന്നുന്നു. അപ്പൊ ഈ 3 പക്ഷികളും അവരുടേതായ ശബ്ദങ്ങൾ കൊണ്ട്, അത് അവരുടേതായ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വിഷമം അനുഭവപ്പെടുന്നു എന്ന് വളരെ ഏറ്റവും ശക്തനായ അനുജനോടാണ് ഇത് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. അപ്പൊ ഇത് ഒരു വരാൻ പോകുന്ന ഒരാപത്ത്, എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഏതോ ഒരു ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വരാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ പറയും. പക്ഷെ ഇവിടെ ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന, ദുസ്സൂചനയാണ് ഇവിടെ കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിപ്പോ എളുപ്പം പോകാവുന്ന ശ്ലോകങ്ങളാണ്. ധൂമ്രാദിശ പരിധയ കമ്പതേ ഭൂസഹാദ്രിഭിഃ നിർഘാതശ്ച മഹാംസ്താദ സാകം ജസ്തനയിനുഭിഃ. ധൂമ്രാദിശ പരിധയഃ കമ്പതേ ഭൂസഹാദ്രിഭിഃ നിർഘാതശ്ച മഹാംസ്താദ സാകം ജസ്തനയിനുഭിഃ. ധൂമ്രാദിശഃ പരിധയഃ ഭൂഃ സഹ അദ്രിഭിഃ, പിന്നെ നിർഘാത ച മഹാൻ. മഹാൻ എന്ന് പറയുന്ന അവിടെ വിസർഗമാണ്. മഹാംസ്താദ എന്ന് പറയുന്നത് മഹാൻ പ്ലസ് താത, അതാണ് മഹാൻ പ്ലസ് താതയാണ് മഹാംസ്താദ. സാകം സ്തനയിനുഭിഃ, ഇത്രയും വാക്കുകളാണ് അതിനകത്ത് ഉള്ളത്. ധൂമ്ര എന്ന് പറഞ്ഞാൽ ധൂമ്രം, പുക, നമുക്കെല്ലാം അറിയാവുന്ന വാക്ക്. ദിശ അതുപോലെ നമുക്കറിയാം, ഡയറക്ഷൻസ്, ദിശ എന്നുള്ളത്. പരിധയ അതും അറിയാം, വലയം ചെയ്യുക. കമ്പതേ അത് എന്താണ്, കമ്പനം ചെയ്യുന്നു, അങ്ങോട്ട് ഇങ്ങനെ പ്രകടനം ചെയ്യുന്നു. ഭൂമി സഹ അദ്രിഭിഃ, സഹ അദ്രിഭിഃ, അദ്രിഭിയോടുകൂടി, എന്താണ്, കുന്നുകളും
പർവ്വതങ്ങളോടുമൊപ്പം, കുന്നുകൾ പർവ്വതങ്ങളോടൊപ്പം എന്നുള്ളതാണ്. നിർഘാത പ്രായേണ അഹിതമായ അപ്രതീക്ഷിത സംഭവം. നിർഘാത ചിന്തിക്കാതെ വരുന്ന, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഏതെങ്കിലും സംഭവത്തിനാണ് നിർഘാത എന്ന് പറയുന്നത്. ച പറഞ്ഞാൽ മഹാൻ, ഏറ്റവും വലുതിനെയാണ് ഇവിടെ മഹാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. താത എന്ന് പറയുന്നത്, നമ്മൾ പലയിടത്തും താത എന്ന വാക്ക് സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും ഒക്കെ പറയുമ്പോൾ നമ്മള് വിതുരരെ വിളിച്ചെടുത്ത് നമ്മൾ താത എന്ന വാക്ക് കേട്ടു. അതുപോലെ ഇവിടെയും താത എന്ന് പറയുന്ന ഹേ ഭീമ എന്ന് വിളിക്കുകയാണ്. സാകം എന്ന് പറഞ്ഞാൽ സഹിതം, കൂടെ എന്നുള്ള അർത്ഥം. സ്തനയുജ്ഞുഭി, കാർമേഘങ്ങൾ ഇല്ലാതെയുള്ള ഇടിമുഴക്കം. സ്തനയുജ്ഞുഭി നമ്മൾ ഒക്കെ പറയും, എന്താണ് ഇടിയാണുള്ളത്, എന്താണ് കാർമേഘങ്ങളെ ഒന്നും കാണാനില്ല, അത് ഭയപ്പെടുത്തുന്നതാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അല്ലെങ്കിൽ ആപത്ത് വരുത്തി വെക്കുന്നതാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ സ്തനയുജ്ഞുഭി എന്ന വാക്ക്, അപ്പൊ അത് ശ്രദ്ധിക്കുക. വിവർത്തനം, എപ്രകാരമാണ് പുക ആകാശത്തെ ആലിംഗനം ചെയ്യുന്നതെന്ന് കണ്ടാലും അത് ഭൂമിയും പർവ്വതങ്ങളും കമ്പനം ചെയ്യുന്നത് പോലെ തോന്നിക്കുന്നു. മേഘരഹിതമായ ഇടിമുഴക്കത്തെയും അഹിതമായ അപ്രതീക്ഷിത സംഭവങ്ങളെയും ശ്രദ്ധിച്ചാലും. അപ്പൊ ഓരോന്നോരോന്ന് അനിയന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ മുമ്പേ നമ്മൾ മൂന്ന് പക്ഷികളുടെ പറഞ്ഞു, ഇവിടെ പറയുന്നു ആകാശത്തിന് എന്താണ് അപ്പം സംഭവിച്ച, ആകാശത്ത് എന്ത് തോന്നുന്നു എന്നുള്ളതാണ്. പുക വ്യാപിച്ചിരിക്കുന്നു ആകാശത്ത്. അതുപോലെ ഭൂമിയിൽ എന്ത് സംഭവിച്ചു, ഭൂമിയും പർവ്വതങ്ങളും കമ്പനം ചെയ്യുന്നത് പോലെ തോന്നിക്കുന്നു. മേഘങ്ങളില്ലാത്ത ആകാശത്തിൽ മേഘങ്ങളില്ല, എന്നിട്ടും ഇടിമുഴക്കം അനുഭവപ്പെടുന്നു. ഇതെല്ലാം എന്തോ അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് അത് വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ് നമുക്ക് തരികയാണോ, അത് ശ്രദ്ധിച്ചാലും എന്ന് പറയുകയാണ് ഇവിടെ. ഹരികൃഷ്ണ ശ്ലോകം വായിച്ചിട്ട്. ആരുല്യ വായിക്കാൻ? ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധൂമ്രദിശ പരിദയ കമ്പദോ ഭൂചഹാദ്രിഭി നിർഘാദച്ച മഹാംസ്തദാ സാഗം ജാസ്തനയിത്നുഭി. ഹരേ കൃഷ്ണ. കമ്പദേ ഭൂസഹാദ്രിഭിഃ നിർഘാദശ്ച മഹാംസ്തദാ സാഗം ച സ്തനയിത്നുഭിഃ. വേറെ ആർക്കും വായിക്കണ്ട? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ വായിക്കാം മാതാജി. മുമ്പേ വായിച്ചത് വേറെ ആരുമില്ലേ? വേറെ ആർക്കും വേണ്ടയോ? വായിച്ചോളൂ മാതാജി, വന്നോണ്ട് വായിച്ചോളൂ. ധൂമ്രാദിശാപരിധയ കമ്പദേ ഭൂസഹാദ്രിഭി നിർഘാദച്ച മഹാസ്തായ സാഗം ചാസ്തനയിത്നുഭി. ഹരേ കൃഷ്ണ. സ്തനയിത്നുഭി, സ്തനയിത്നുഭി എന്നാണ്. ഇതെന്താ ഇന്നാരും ഇല്ലേ? എന്തായാലും ഒരു ജീവനില്ലാത്ത ക്ലാസ് പോലെ തോന്നുന്നു. കഥ കേട്ട് എല്ലാവരും പിരിഞ്ഞു പോയോ? ആരും ഇല്ലയോ നോക്കട്ടെ. കൃഷ്ണ മാതാജി, എനിക്ക് ശരിക്കും പറഞ്ഞ ഭാഗവതം ഇല്ല. 49 പേരെ കാണുന്നു. വസന്ത മാതാജി തരുന്നതാ. വസന്ത മാതാജിയിൽ നിന്നും ഓരോ ആഴ്ചയിലും എനിക്ക് അയച്ചു തരും. അതനുസരിച്ച് ഞാൻ നോക്കിയിട്ട് ഈ ശ്ലോകം ചെല്ലുന്നത്. വളരെ താങ്ക്സ് വസന്ത മാതാജി. അതുപോലെ പ്രഭു അത്രയും ട്രൈ ചെയ്യുന്നതിനും വളരെ നന്ദി. ഹരേ കൃഷ്ണ. ധൂമ്ര ദിശ പരിധയ, പുസ്തകം ഇല്ലാത്തവർ ശ്രദ്ധിക്കൂ. ധൂമ്ര ദിശ പരിധയ കമ്പദേ ഭൂ സഹാദ്രിഭിഃ നിർഘാദശ്ച മഹാംസ്താദ സാഗം ച സ്തനയിത്നുഭി. ഒരു പുതിയ വാക്കാണ്, നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമാണ്. സ്തനയിത്നുഭി. യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം സ്തനയിത്നുഭി എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കം, കാർമേഘമില്ലാത്ത ഇടിമുഴക്കം. സ്തനയിത്നുഭി, നുഭി എന്ന വാക്ക് വന്നു. അവിടെ നുഭി വന്നുകൊണ്ടാണ് കാർമേഘങ്ങളില്ലാത്ത ഇടിമുഴക്കം. ധൂമ്രാദിശ പരിധയ കമ്പദേ ഭൂസഹാദ്രിഭിഃ നിർഘാദശ്ച മഹാംസ്താദ സാഗം ച സ്തനയിത്നുഭി. 14ാമത്തെ ശ്ലോകത്തിലും നമ്മളെ മൃത്യുദൂത കപോതോയം പുലൂക കമ്പയൻ മനഃ പ്രത്യുലൂകശ്ച കുഹ്വാനൈർ വിശ്വം വൈശൂന്യമിച്ഛത എന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം. പക്ഷെ പുസ്തകം ഇല്ലാതെ ഇത് പഠിക്കാൻ പാടാണ്.
ഒരു ശ്ലോകം മാത്രമുള്ള ബുക്ക് കിട്ടും. അത് വാങ്ങിച്ചാലും മതി. അപ്പൊ ശ്ലോകം കിട്ടുമല്ലോ. അപ്പൊ പിന്നെ എക്സ്പ്ലനേഷൻ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അതിന് വലിയ വിലയുമായില്ല. ശ്ലോകം മാത്രമുള്ള ബുക്ക് വായിച്ചിട്ട് ഓരോ എക്സ്പ്ലനേഷൻ പറയുന്നത് നിങ്ങൾ ബുക്കിലേക്ക് നോട്ട് ചെയ്യുക. അപ്പൊ ആ ശ്ലോകം പഠിച്ചതായിട്ടും വരും. ഇപ്പം വലിയ ബുക്ക്, ഇത്രയും ബുക്കിന് ഒരുപാട് പൈസ ആവുന്നതുകൊണ്ടാണ് വാങ്ങിക്കാത്തതെങ്കിൽ ഇത് ഒരു ചെറിയ ബുക്ക് വാങ്ങിക്കുക, ശ്ലോകം എടുക്കുക, ശ്ലോകം നോക്കിയിട്ട് അതിന്റെ അർത്ഥവും ഒക്കെ പറയുമ്പോൾ അപ്പോഴപ്പം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിട്ട് പറ്റും. വേദാബേസിൽ ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് വേദാബേസിൽ കിട്ടും, അതും കിട്ടും. ഹരേ കൃഷ്ണ. എവിടെ കിട്ടും ശ്ലോകം മാത്രമുള്ള ഭാഗവതം? നമ്മുടെ എല്ലാ ഗ്രന്ഥ സ്റ്റാളിലും കിട്ടുമല്ലോ, ബുക്ക് സ്റ്റാളിലും കിട്ടും. ഭാഗവതം എന്ന് പറഞ്ഞാൽ മതി, കിട്ടും. ശ്ലോകം മാത്രമുള്ളത് നമ്മുടെ വേദവ്യാസന്റെ ഭാഗവതം എന്ന് പറയണം. മൂലം, ഭാഗവതം മൂലം, ഗുരുവായൂർ ഭാഗവതം മൂലം, അതെല്ലാം കിട്ടും. ഗുരുവായൂരിൽ കിട്ടുമോ? ആർക്കും ആവശ്യമുണ്ട് ഞാൻ ഗുരുവായൂർ കൊറിയർ അയച്ചു തരാം. ഇവിടെ നമ്മുടെ ഡിസ്കൗണ്ട് അവിടെ നിന്ന് അയക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ആവശ്യപ്പെട്ടാൽ. കാരണം പുസ്തകം ഇല്ലാതെ നിങ്ങൾ വന്നിരുന്നാല് എന്താണ്, വെറുതെ ടൈം വേസ്റ്റ് ആണ് നമ്മുടേത്. കാരണം വാക്ക് കിട്ടുന്നില്ല. പിന്നെ ഇത് എന്താണ് പഠിച്ചിട്ട് ഇപ്പം പറഞ്ഞു അതോടെ തീർന്നു, പിന്നെ നിങ്ങൾക്ക് ഒന്നും ഇതിന് കിട്ടത്തില്ല. അതേസമയം പുസ്തകം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന അറ്റ്ലീസ്റ്റ് ആഗ്രഹമുള്ളവർക്ക് നോട്ട് ചെയ്ത് വെക്കാമല്ലോ. നോട്ട് ചെയ്ത് വെച്ചാലെങ്കിലും അത് പഠിക്കാൻ കഴിയും. അല്ലാതെ നമ്മുടെ ഈ സമയം രാവിലെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുള്ളതാണ്, അതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഇതിന് വരുമ്പോഴേ അതിന്റെ ഒരു പ്രയോജനമെങ്കിലും വേണ്ടേ, എന്തെങ്കിലും ഒന്ന് വേണ്ടേ നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ 1 മണിക്കൂറോളം പോകുന്നു, എന്റേതും പോകുന്നു. ആ 1 മണിക്കൂർ നമ്മൾ അല്ലെങ്കിൽ താമസിപ്പിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ ഇത് ഭഗവതം പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. എങ്ങനെങ്കിലും ആ ശ്ലോകം, അല്ലെങ്കിൽ ഉള്ളവരുടെ ഒരു ഫോട്ടോ കോപ്പി ഫ്രണ്ട്സിനോട് പറയാ അയച്ചു തരാനായിട്ട്. അപ്പൊ അവർക്ക് അയച്ചു തരും. അങ്ങനെയെങ്കിലും എടുക്കുക, എന്തെങ്കിലും ചെയ്യാം. അനിയൻ തൊട്ട് അങ്ങനെ വേണം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒന്നും ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല, എന്ത് ചോദിച്ചാലും. ഫോട്ടോ കോപ്പി ഇട്ടാൽ മതി എല്ലാപ്പോഴും. മാതാജി പറയുന്നതിൽ ആ ഭാഗം മാത്രം ഒന്ന് ഫോട്ടോ കോപ്പി ഇട്ടെന്നാൽ ഞാൻ വായിക്കാം മാതാജി, ഉറപ്പായിട്ടും. നേരത്തെ ഇടുന്നുണ്ടായിരുന്നു പ്രഭു, ഇപ്പൊ എന്താണ് ഇടുന്നില്ലായിരിക്കാം എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഗ്രൂപ്പിലും ഇടുന്നുണ്ടായിരുന്നു നേരത്തെ. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വായിക്കാം മാതാജി. അപ്പൊ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാല് ഞാൻ പ്രഭുവിനോട് ഒന്നുകൂടി ചോദിക്കട്ടെ. ഇട്ട് കഴിഞ്ഞാല് അത് നിങ്ങൾ തന്നെ തലേദിവസം തന്നെ ഇടും. അപ്പൊ എഴുതിയെടുത്താൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. കാരണം ഗ്രൂപ്പിലിടുന്ന അതും ഇതും കൂടെ നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച്. ഹരേ കൃഷ്ണ. എല്ലാവരും ശ്ലോകം വേണം, അല്ലാതെ പിന്നെ ഞാൻ എടുക്കുന്നത് വെറുതെയാണ്, ആർക്കും ഒരു പ്രയോജനമില്ല എനിക്ക് തോന്നുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് 16ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. വായുർവാദികരസ്പർശോ രജസാ വിസൃജം സ്തമഃ അസൃഗ്വർഷന്തി ജലദാ ബീഭത്സമിഹ സർവതഃ. വായുർവാദികരസ്പർശോ രജസാ വിസൃജം സ്തമഃ അസൃഗ്വർഷതി ജലദാ ബീഭത്സമിവ സർവതഃ. വായു എല്ലാവർക്കും അറിയാം, കാറ്റ്. വായുർവാദി, വായു വീശി അടിക്കുന്നു എന്നുള്ളതാണ്. വാദി വീശി അടിക്കുന്നു. വായുർവാദി, ഇതൊക്കെ നമ്മളെ പുസ്തകം കിട്ടില്ല. ഖരസ്പർശ. ഇവിടെ ഖരസ്പർശം എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, തീക്ഷ്ണമായിട്ട് അല്ലെങ്കിൽ വളരെ നിശ്ചിതമായിട്ട് എന്നുള്ള അർത്ഥമാണ്. ഖരസ്പർശ. രജസ് ധൂളികളാൽ, ചെറിയ ധൂളികളാൽ. വിസൃജൻ, അതിപ്പോ നമ്മൾ ഒത്തിരി പഠിച്ചു. വിസൃജൻ എന്ന വാക്ക് സൃഷ്ടിക്കുന്നു, ഉണ്ടാക്കുന്നു, പല അർത്ഥത്തിൽ വരും അത്. വിസൃജൻ തമഹ, അന്ധകാരം അല്ലെങ്കിൽ ഇരുട്ട്. അപ്പം വിസൃജൻ പ്ലസ് തമഹ, അതാണ് ഇവിടെ അതിനെ പിരിക്കുമ്പോഴേ. അപ്പൊ ഞാൻ ഇത് പിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല, വെറുതെ പറയുകയാണ്. വിസൃജൻ തമഹ, അത് വിസൃജൻ എന്ന് വെച്ചാൽ സൃഷ്ടിക്കുന്നു, തമഹ അന്ധകാരം. അതിനെയും കൂടെ രണ്ടിനെയും കൂടെ ചേർത്ത് വിസൃജം സ്തമഹ അസൃഗ് വർഷന്തി. അസൃഗ് എന്ന് പറയുമ്പോൾ രക്തം, വർഷന്തി വർഷിക്കുന്നു എന്ന് വെച്ചാൽ ഒഴുകുന്നു. അസൃഗ് രക്തം ഒഴുകുന്നു. അസൃഗ് വർഷന്തി ജലദ, മേഘങ്ങൾ. ജലദം, ജലത്തെ വഹിക്കുന്നത്, ജലദ, അതാണ് മേഘങ്ങൾ. ബീഭത്സം എന്ന് വെച്ചാൽ ഭയാനകം. ആ വാക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബീഭത്സം. ഇവ എന്ന് പറഞ്ഞാൽ പോലെ,
സർവത എല്ലായിടത്തും, സർവത എല്ലായിടത്തും. അപ്പം വായുർവാദി ഖരസ്പർശു രജസാ വിസൃജം സ്തമഃ അസൃക് വർഷന്തി ജലത ബീഭത്സം ഇവ സർവതഃ. വായുർവാദി കരസ്പർശു രജസാ വിസൃജം സ്തമഃ അസൃക് വർഷന്തി ജലത ബീഭത്സം ഇവ സർവതഃ. ഹരേ കൃഷ്ണ. ശ്ലോകം ഒന്ന് വായിച്ചു പുസ്തകമുള്ളവര്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വായുർവാദീഹരസ്പർശോ രജസാ വിസൃജം സ്തമാ അസ്ര വർഷന്തി ജലദം ജലദ വത്സാമിവ സർവതഃ. ഹരേ കൃഷ്ണ. അസൃക് വർഷന്തി, അസൃക് പ്ലസ് വർഷന്തി, അതാണ് അസൃക് വർഷന്തി ജലദ അസ്ര വർഷന്തി അസൃക് അസ്ര വർഷന്തി ജലദ ബീഭത്സമിവ സർവതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ അടുത്ത് പറയുന്ന കാറ്റിന്റെ കാര്യം ഓരോന്നിനെ കുറിച്ചും പറയാണ്. കാറ്റ് അതിശക്തമായി വീശിയടിച്ച് പൊടിപടലങ്ങളെ എല്ലായിടത്തും വ്യാപിപ്പിച്ചുകൊണ്ട് അന്ധകാരം സൃഷ്ടിക്കുന്നു. ക്രൂരവും ഘോരവുമായ അനർത്ഥങ്ങളാൽ മേഘങ്ങൾ സർവ്വയിടങ്ങളിലും മഴ കോരിച്ചൊരിയുന്നു. അപ്പൊ ഉണ്ടാകുന്ന അടുത്ത പ്രശ്നമാണ് ഇവിടെ പറയുന്നത്. കാറ്റ് എന്ത് ചെയ്യുന്നു എന്നുവെച്ചാൽ അതിശക്തമായി കാറ്റടിക്കുന്നു, പൊടിപടലങ്ങൾ എല്ലാവരും എടുത്തും, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം. പക്ഷെ ഇത് എല്ലാം ആ സമയത്ത് ഉണ്ടായി എന്നുള്ളതാണ്. അന്ധകാരം സൃഷ്ടിക്കുന്നു, കണ്ണ് കാണാൻ വയ്യാത്ത രീതിയിലാകുന്നു. മേഘങ്ങൾ അതിൽ നിന്ന്, ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. മേഘങ്ങളുടെ സ്വഭാവം പറയണം, അതൊക്കെ അത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ പോവുകയാണ്. ക്രൂരമായിട്ട് ഘോരവുമായിട്ടുള്ള പല അനർത്ഥങ്ങളും എവിടെ കാണപ്പെടുന്നു. അപ്പൊ മേഘങ്ങൾ സർവ്വയിടങ്ങളിലും മഴ കോരിച്ചൊരിയുകയും ചെയ്യുന്നുണ്ട്. അപ്പം മഴ ഉണ്ടാകുന്നു. അതെ, ആ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ വളരെ വളരെ പ്രയാസമേറിയ ഒരു സാഹചര്യം, ഒരു സർക്കംസ്റ്റൻസസ് അവിടെ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം കാറ്റിന്റെ പറഞ്ഞു. വായുർവാദി കരസ്പർശോ രജസാ വിസൃജം സ്തമഃ അസൃക് വർഷന്തി ജലദ ബീഭത്സമിവ സർവതഃ എന്നുള്ള. ഓക്കെ, അടുത്തത്. ഇപ്പം കാറ്റും കഴിഞ്ഞു. ഇനി അടുത്തത് സൂര്യം ഹതപ്രഭം പശ്യ ഗ്രഹമർദ്ദം മിഥോ ദിവി സസങ്കുലൈർ ഭൂതഗണൈർ ജ്വലിതേ ഇവ രോദസി. സൂര്യം ഹതപ്രഭം പശ്യ ഗ്രഹമർദ്ദം മിഥോ ദിവി സസങ്കുലൈർ ഭൂതഗണൈർ ജ്വലിതേ ഇവ രോദസി. അപ്പം സൂര്യനെ കുറിച്ച് പറയുന്നു. സൂര്യം ഹതപ്രഭം എന്ന് പറഞ്ഞാൽ സൂര്യനെ, ഹതപ്രഭ അതിന്റെ സൂര്യൻ. നമ്മൾ പറയല്ലേ എന്തൊരു ചൂടാണ് ഈ വർഷം, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ചൂടാണ് അനുഭവപ്പെടുന്നതെന്നൊക്കെ പറയുന്നത് പോലെ ഹതപ്രഭ അതിന്റെ രശ്മികൾക്ക് തീവ്രത കൂട്ടുന്നു എന്നുള്ളതാണ്. പശ്യ നോക്കൂ, അത് പഠിച്ചിട്ടുള്ള വാക്കാണ്. പശ്യ കണ്ടാലും. ഗ്രഹമർദ്ദം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ കൂട്ടിമുട്ടുന്നത്, ഗ്രഹമർദ്ദം. മിഥ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നക്ഷത്രം കൂട്ടിമുട്ടുന്നത് കാണുന്നു. ഗ്രഹമർദ്ദം മിഥ. എവിടെ? ദിവി എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ. സസങ്കുലൈഹി എന്ന് വെച്ചാൽ കൂടിച്ചേർന്നിരിക്കുന്നു. സസങ്കുലൈഹി എല്ലാം കൂടിച്ചേർന്നതുപോലെ തോന്നുന്നു. ഭൂതഗണൈഹി, ഭൂതഗണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ജീവാത്മാക്കളാൽ ജ്വലിതേ ദഹിപ്പിക്കുകയാൽ, ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ അത് കത്തിക്കയാൽ, ദഹിപ്പിക്കയാൽ, ഇവ പോലെ രോദസി കരയുന്നു. ഇത്രയും വാക്കുകളാവുള്ളത്. സൂര്യം ഹതപ്രഭം പശ്യ, സൂര്യന് തന്റെ രശ്മികൾക്ക് തീവ്രത കുറയുന്നു. അപ്പം കൂട്ടുമല്ല, കുറയുന്നു. ഹതപ്രഭം, ഹത എന്ന് വെച്ചാൽ കുറയ്ക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഹതപ്രഭം അതിന്റെ രശ്മികൾക്ക് തീവ്രത കുറയുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് വരേണ്ടത്? രശ്മികൾക്ക് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രത കൂടുകയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം എന്ന് പറയുന്ന ചൂട് കൂടുന്നു, തണുപ്പ് കൂടുന്നു എന്നൊക്കെ നമ്മൾ പറയും. അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതാണ്. സൂര്യരശ്മികളുടെ തീവ്രത കൂടുന്നു, അതുപോലെ അല്ലെങ്കിൽ തണുപ്പ് വളരെയധികം കൂടുന്നു എന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്താണ് ഹതപ്രഭ എന്ന് പറഞ്ഞാൽ രശ്മികളുടെ തീവ്രത കുറഞ്ഞു വരുന്നു, ഹതമാകുന്നു. ഹതപ്രഭ എന്നാണ്. ഹതപ്രഭ അതിന്റെ രശ്മികൾക്ക് തീവ്രത കുറയുന്നു. അത് കണ്ടാലും, പശ്യ നീ നോക്കിയാലും കണ്ടാലും, ഹരേ കൃഷ്ണ. ഗ്രഹമർദ്ദം എന്ന് പറഞ്ഞാൽ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു. മിഥഃ എങ്ങനെ കൂട്ടിമുട്ടുന്നു? പരസ്പരം കൂട്ടിമുട്ടുന്നു. ദിവി എവിടെയാണത്? ആകാശത്തിൽ.
എങ്ങനെ? എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? സങ്കുലൈഹി, അത് കൂടിച്ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. ഭൂതഗണൈഹി, ജീവാത്മാക്കളാൽ ദഹിപ്പിക്കുകയാൽ ഇവ, ജ്വലിതയെ ദഹിപ്പിക്കുക, ഇവ ജ്യോതസീകരയുന്നു. ഹരേ കൃഷ്ണ. വിവർത്തനം. സൂര്യരശ്മികൾക്ക് തീവ്രത കുറയുന്നു. മാത്രവുമല്ല, നക്ഷത്രങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്നതായി തോന്നിക്കുന്നു. സംഭ്രാന്തരായ ജീവജാലങ്ങൾ വിതുമ്പുന്നതായി കാണുന്നു. എരിവിരി കൊള്ളുന്ന മനസ്സുള്ളവരായും കാണപ്പെടുന്നു. കണ്ട മനസ്സിന്റെ മാറ്റത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ സൂര്യരശ്മികൾക്ക് തീവ്രത കുറഞ്ഞു കണ്ടു എന്ന് വെച്ചാൽ സൂര്യൻ പ്രകാശിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സൂര്യപ്രകാശം കുറഞ്ഞു, രശ്മികൾക്ക് തീവ്രത കുറയുന്നു, നക്ഷത്രങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്നതായി തോന്നിക്കുന്നു, ജീവാത്മാക്കൾ കരയുന്നു. അതുപോലെ അവർക്ക് വളരെയധികം പ്രയാസമേറിയ മനസ്സുള്ളതായി തോന്നുന്നു എന്നുള്ള, അവരുടെ മനസ്സിനെ അത് ബാധിക്കുന്നു, എരിവിരി കൊള്ളുന്ന മനസ്സുള്ളവരായി കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആരെ കുറിച്ചൊക്കെ പറഞ്ഞു? സൂര്യന്റെ മാറ്റം, നക്ഷത്രങ്ങൾ കൂട്ടിമുട്ടുന്നതായിട്ട്, ജീവജാലങ്ങൾ കരയുന്നതായിട്ട്, അവരുടെ മനസ്സ് വളരെയധികം സംഭ്രാന്തമായി ഭയപ്പെടുന്നത് പോലെ തോന്നിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യം ഹതപ്രഭം പശ്യാം ഗ്രഹമർദ്ദം മിഥോ ദിവേ സസങ്കുലേർഭൂതഗണൈർ ജ്വലിതേവ രോദസി. ഹരേ കൃഷ്ണ. അടുത്തത് 18ാമത്തെ ശ്ലോകം. നദ്യോ നദാശ്ചക്ഷുഭിത സരാംസി ച മനാംസി ച ന ജ്വലിത്യഗ്നിരാജ്യേന കാലോയം കിം വിധാസ്യതി. നദ്യോ നദാശ്ചക്ഷുഭിത സരാംസി ച മനാംസി ച ന ജ്വലത്യഗ്നിരാജ്യേന കാലോയം കിം വിധാസ്യതി. നദ്യോ നദ ച ക്ഷുഭിത സരാംസി ച മനാംസി ച ന ഇല്ല, ജ്വലതി പിന്നെ അഗ്നി, ആജ്യേന കാലഹ അയം കിം വിധാസ്യതി. ഇത്രയും വാക്കുകളാണുള്ളത്. നദ്യ എല്ലാവർക്കും അറിയാവുന്ന വാക്ക്, നദികളെ. നദാഹ അതിലേക്ക് ഒഴുകിയെത്തുന്ന പോഷക നദികളും നദാഹ പ്ലസ് ച, അപ്പോഴാണ് പോഷക നദികളും. ക്ഷുഭിതാഹ എല്ലാം സംക്ഷോഭിതമായിട്ട്, എല്ലാം കൂടെ ചേർന്നിട്ട് എന്ന് വെച്ചാൽ എല്ലാം കൂടി ആകപ്പാടെ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിൽ ക്ഷുഭിതരായിട്ട്. സരാംസി, സരാംസി ഇവിടെ ജലസംഭരണികളെല്ലാം സരാംസി എന്ന് പറയും. അത് കുളമാകാം, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലമാകാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ചാലുകളാകാം. ഇതെല്ലാം സരാംസി എന്ന് പറയും. മനാംസി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ്. ന ഇല്ല, ജ്വലതി ജ്വലിക്കുക. അഗ്നി എല്ലാവർക്കും അറിയാം. ആജ്യേന, ആജ്യം വെണ്ണയുടെ സഹായത്താൽ. കാലഹ കാലം. അയം അത് അസാധാരണമാകുന്നു. കിം എന്നെ. വിധാസ്യതി കിം എന്ത്. വിധാസ്യതി സംഭവിക്കാൻ പോകുന്നു. വിധാസ്യതി എന്ന് വെച്ചാൽ സംഭവിക്കാൻ പോകുന്നു. അപ്പൊ ഇവിടെ നദികളും പോഷക നദികളും കുളങ്ങളും ജലസംഭരണികളും മനസ്സും എല്ലാം വളരെ സംക്ഷോഭിതമായിരിക്കുന്നു. ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിൽ ഇതിന്റെ ഒഴുക്ക് കാണുമ്പോൾ വളരെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നെയ്യ് അഗ്നിയെ ഒട്ടും തന്നെ ജ്വലിപ്പിക്കുന്നില്ല. വിളക്ക് കത്തുമ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് രാവിലെ വിളക്ക് കത്തിക്കുമ്പോഴേ അത് കത്തുന്നില്ല എങ്കിൽ നമുക്ക് പ്രയാസം തോന്നും, അല്ലെ? അപ്പൊ നെയ്യ് അഗ്നിയെ ഒട്ടും തന്നെ ജ്വലിപ്പിക്കുന്നില്ല. ഈ അസാധാരണമായ കാലം എങ്ങനെയുള്ളതാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് യുധിഷ്ഠിര മഹാരാജാവ് അർജുനനോട് പറയുകയാണ്. അപ്പം ഓരോന്നിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. ന പിബന്തി സ്തനം വത്സ ന ദുഹ്യന്തി ച മാതരഃ രുദന്ത്യശ്രുമുഖാ ഗാവോ ന ഹൃഷ്യന്ത്യുഷഭ വ്രജേ. ന പിബന്തി സ്തനം വത്സ ന ദുഹ്യന്തി ച മാതരഃ രുദന്ത്യശ്രുമുഖാ ഗാവോ ന ഹൃഷ്യന്ത്യുഷഭ വ്രജേ. ന പിബന്തി സ്തനം വത്സാഹ. കന്നുകുട്ടികൾ എന്ത് ചെയ്യുന്നില്ല? സ്തനം പാല് ഊറ്റി കുടിക്കുന്നില്ല. ന ദുഹ്യന്തി ച മാതരഃ.
അതോടൊപ്പം തന്നെ ഗോക്കൾ പാൽ കറക്കാൻ അനുവദിക്കുന്നുമില്ല. പിന്നെന്താണ്? രുദന്ത്യ അശ്രുമുഖ, രുദന്തി അശ്രുമുഖ, അതാണ് രുദന്തി അശ്രുമുഖ എന്ന് ചേർത്ത് വന്നിരിക്കുന്നത്. രുദന്തി അശ്രുമുഖ, അശ്രുക്കൾ നിറഞ്ഞ മുഖത്തോടെ ആര് കരയുന്നു? ഗാവ, ഗോക്കൾ കരയുന്നു. ഇനിയോ ന ഹൃഷ്യന്തി ഉഷഭബ്രജേ, ന ഇല്ല, ഹൃഷ്യന്തി ആനന്ദം അനുഭവിച്ചറിയുക, ഋഷഭ കാളകൾ, ബ്രജേ മേച്ചിൽ സ്ഥലങ്ങളിൽ, ബ്രജം എന്ന് പറഞ്ഞാൽ മേച്ചിൽ സ്ഥലങ്ങളിലെ കാളകളെ, ഋഷഭങ്ങളെ, കാളകളെ ആനന്ദം അനുഭവിച്ചറിയുന്നില്ല. ന ഹൃഷ്യന്തി ഉഷഭബ്രജേ, അതൊരു പുതിയ വാക്ക. ന ഹൃഷ്യന്തി, ഹൃഷ്യന്തി പ്ലസ് ഋഷഭ, അത് രണ്ടും കൂടെ ചേർക്കുമ്പോഴാണ് ന ഹൃഷ്യന്തി ഋഷഭബ്രജേ എന്ന് പറയുന്നത്. ആ വാക്ക് ശ്രദ്ധിക്കണം. ന ഹൃഷ്യന്തി ഋഷഭ ബ്രജേ. ന പിബന്തി സ്തനം വത്സ, ന ദുഹ്യന്തി ച മാതരഃ, രുദന്തി അശ്രുമുഖ ഗാവോ ന ഹൃഷ്യന്തി ഋഷഭ ബ്രജേ, ന ഹൃഷ്യന്തി ഋഷഭ ബ്രജേ. അപ്പം എന്തൊക്കെയാ വാക്കുകള്? ന ഇല്ല, പിബന്തി ഈമ്പി കുടിക്കുക, സ്തനം തന്നെ, വത്സ കന്നുകുട്ടികളെ, ന ഇല്ല, ദുഹ്യന്തി പാൽ കറക്കാൻ അനുവദിക്കുക, മാതരഹ ഗോക്കൾ, രുദന്തി കരയുന്നു, അശ്രുമുഖ അശ്രുക്കൾ നിറഞ്ഞ മുഖത്തോടെ, ഗാവ ഗോക്കൾ, ന ഇല്ല, ഹൃഷ്യന്തി ആനന്ദം അനുഭവിച്ചറിയുക, ഋഷഭ കാളകൾ, ബ്രജേ മേൽച്ചിൽ സ്ഥലങ്ങളിൽ. അപ്പം ഇതിന്റെ ട്രാൻസ്ലേഷൻ: കന്നുകുട്ടികൾ പശുക്കളുടെ മുലക്കണ്ണുകൾ ഈമ്പി കുടിക്കുകയോ ഗോക്കൾ പാൽ ചുരത്തുകയോ ചെയ്യാതെ നിന്ന നിൽപ്പിൽ കണ്ണുനീർ വാർത്ത് കരയുകയും കാളകൾ മേച്ചിൽ സ്ഥലങ്ങളിൽ യാതൊരു സന്തോഷവും കണ്ടെത്താനാകാതെ വിഷമിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ആരെക്കുറിച്ച്? കന്നുകുട്ടികളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ കാളകളെ കുറിച്ച് പറഞ്ഞു, അല്ലേ? ഇതെല്ലാം അവിടെ നിന്ന് അവർക്കുണ്ടായ വിഷമങ്ങളെ കുറിച്ച് കാണിക്കുന്നതായിട്ട് പറഞ്ഞു. അടുത്ത 20ാമത്തെ ശ്ലോകമാണ്. 20 വരെയാണ് ഇത് പറയുന്നത്. ദൈവതാനീരുദന്തീവ സ്വിത്യന്തി ചലന്തി ച ഇമേ ജനപദഗ്രാമാഃ പുരോദ്യാനാകരാശ്രമാം പൃഷ്ടശ്രിയോ നിരാനന്ദ കിമഖം ദർശയന്തി നഃ. വാക്കുകൾ ശ്രദ്ധിക്കൂ. ദൈവതാനി രുദന്തി ഇവ സ്വിത്യന്തി ഹി ഉച്ചലന്തി ച ഇമേ ജനപദ ഗ്രാമ പുരഃ ഉദ്യാനഃ ആകരഃ ആശ്രമ ഭ്രഷ്ട ശ്രിയ നിരാനന്ദ കിം അഖം ദർശയന്തി നഃ. ഇത്രയും ഒരുപാട് വാക്കുകളുണ്ട്. പുസ്തകം ഇല്ലാത്തവർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൃഷ്ണ. ദൈവതാനി രുദന്തീവ സിത്യന്തീഹി ഉച്ചലന്തി ച ഇമേ ജനപദ ഗ്രാമ പുരോദ്യാനാകരാശ്രമാഃ ഭ്രഷ്ടശ്രിയോ നിരാനന്ദ കിം അഖം ദർശയന്തി നഃ. ദൈവതാനി രുദന്തീവ, ദൈവതാനി ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ, ദൈവതാനി രുദന്തി കരയുന്നതായി കാണപ്പെടുന്നു. അപ്പം ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കരയുന്നതായി കാണപ്പെടുന്നു. ഇവ അതേപോലെ സ്വിത്യന്തി വിയർക്കുന്നു, ഹി തീർച്ചയായും. അപ്പം ദൈവതാനി രുദന്തീവ സ്വിത്യന്തി ഹി ഉച്ചലന്തി, ഉച്ചലന്തി അണഞ്ഞു പോകുന്നത് പോലെ, ഇല്ലാതെയാകുന്നത് പോലെ, ഇമേ ഈ ജനപദങ്ങൾ കേട്ടാൽ നിങ്ങൾക്കറിയാം. എന്താണ് ഓരോരുത്തരുടെയും രാജ്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചൊക്കെ നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. അപ്പം ജനപദ നഗരങ്ങള്, ഗ്രാമങ്ങൾ, പുര പട്ടണങ്ങൾ, ഉദ്യാനങ്ങൾ, ആകര ഖനികൾ, ആശ്രമ പർണശാലകൾ മുതലായവ. അപ്പൊ എന്തൊക്കെ പറയുന്നു ഇവിടെ നോക്കൂ. ജനപദങ്ങളെ കുറിച്ച് പറഞ്ഞു, ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞു, പുരത്തെ കുറിച്ച് പറഞ്ഞു, ഉദ്യാനത്തെ കുറിച്ച് പറഞ്ഞു, ആകര അഥവാ ഖനികളെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത ആശ്രമത്തെ കുറിച്ച്, ആശ്രമ പർണശാലകൾ മുതലായവ. ഭ്രഷ്ട ഇല്ലാതാക്കപ്പെട്ട, ഭ്രഷ്ട റെഡ്യൂസ് ചെയ്ത് ഇല്ലാതായ പോലെ, ശ്രീയ സൗന്ദര്യം,
നിരാനന്ദ എല്ലാ സന്തോഷങ്ങളും അപഹരിക്കപ്പെട്ട കിം ഏതൊക്കെ വിധത്തിലുള്ള അഖം അത്യാഹിതങ്ങൾ ദർശയന്തി പ്രത്യക്ഷമാകും നഹ നമുക്ക്. അപ്പൊ അതിന്റെ വിവർത്തനം ശ്രദ്ധിക്കും. ബാഹ്യദൃഷ്ട്യ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ പരിതാപകരമായി വിലപിക്കുന്നവരായും വിയർക്കുന്നവരായും അവിടെ ഉപേക്ഷിച്ചു പോകാൻ താല്പര്യപ്പെടുന്നവരായും കാണപ്പെടും. സമസ്ത നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും ഉദ്യാനങ്ങളുടെയും ഖനികളുടെയും പർണശാലകളുടെയും എല്ലാം മനോഹാരിത നഷ്ടപ്പെടുകയും അവയുടെ എല്ലാം ആനന്ദം അപഹരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഏതൊക്കെ വിധത്തിലുള്ള അത്യാപത്തുകളാണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല, എനിക്കറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവതാനി രുദന്തീവ സിദ്ധ്യന്തി ഹ്യുച്ചലന്തി ച ഇമേ ധനപദ ഗ്രാമ പുരോദ്യ അനാഗരാശ്രമാഹ പൃഷ്ടശ്രിയോ നിരാനന്ദ കിമഖം ദർശയന്തി നഹ. അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളതാണ്. ക്ഷേത്ര വിഗ്രഹങ്ങൾക്ക് എന്തുമാറ്റം, പരിതാപകരമായി കരയുന്നത് പോലെ വിഗ്രഹങ്ങളെ കണ്ടാൽ തോന്നുന്നു. അവർ വിയർക്കുന്നവരായിട്ടും അവിടെ ഉപേക്ഷിച്ചു പോകാൻ, ആ ക്ഷേത്രം ഉപേക്ഷിച്ചു പോകാൻ താല്പര്യപ്പെടുന്നതായിട്ടും തോന്നിച്ചു. പിന്നെ സമസ്ത നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും ഉദ്യാനങ്ങളുടെയും ഖനികളുടെയും പർണശാലകളുടെയും മനോഹാരിത നഷ്ടപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. നഗരം, ഗ്രാമം, പട്ടണം, ഉദ്യാനം, ഖനി, പർണശാല, അവയുടെ എല്ലാ ആനന്ദം അപഹരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഏതൊക്കെ വിധത്തിലുള്ള അത്യാപത്തുകളാണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമ്മൾ വായിക്കാതെ വിട്ടത് ഏത് ശ്ലോകമാണ്? ആരാണ് വായിക്കുക? ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പുസ്തകമുള്ളവര്. ഹരേ കൃഷ്ണ. 19 അല്ലേ? 19. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന ബിബന്തി സ്തനം വത്സാ ന ദുഹ്യന്തി ച മാതരാഹ രുദന്ത്യശ്രോമുഖാ ഗാവോ ന ഹൃഷ്യന്ത്യ വൃഷഭാവൃജേ. ഹരേ കൃഷ്ണ. ഓക്കെ. 20. ഹരേ കൃഷ്ണ. ദൈവതാനി രുദന്തീവ സ്വദ്രന്തി സ്വിദന്തി ചലന്തി ച ഇമേ ജനപദാ ഗ്രാമ പുരോദ്യാനാകരാശ്രമഃ ഭ്രഷ്ടസ്ത്രീയോ നിരാനന്ദ കിമഹം ദർശയന്തിനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇത്രയും മാറ്റങ്ങളെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഭൂമിയിൽ പ്രകടമായി എല്ലാ കുഴപ്പങ്ങളും അനുഭവപ്പെടുന്നു എന്ന് അദ്ദേഹം അനുജനോട് പറയുകയാണ്. 20 വരെയുള്ള കാര്യങ്ങളിൽ ശ്ലോകങ്ങളിൽ നമ്മൾ പറയുന്നു. അപ്പം നമ്മൾ നേരത്തെ തന്നെ എന്ത് പഠിച്ചു? മഹാരാജ യുധിഷ്ഠിരൻ ഇനോസ്പിഷ്യസ് ആയിട്ടുള്ള ഒരുപാട് ലക്ഷണങ്ങൾ അവിടെ അനുഭവപ്പെട്ടു എന്ന് 3, 4 ശ്ലോകത്തിലൊക്കെ നമ്മൾ പഠിച്ചു. എന്താണ്? സീസൺസ് ഒക്കെ മാറി വരുന്നു, ഇറഗുലാരിറ്റീസ് വന്നു എന്ന് നേരത്തെ പറഞ്ഞു. ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായി എന്നും നേരത്തെ 3, 4 ശ്ലോകങ്ങളിൽ പറഞ്ഞു. ആൾക്കാരൊക്കെ വളരെ ഗ്രീഡിയായി മാറിയിരിക്കുന്നു, വളരെ ചതിവുള്ളവരായി മാറിയിരിക്കുന്നു, ജീവിത മാർഗങ്ങളൊക്കെ വളരെ മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടുള്ള രീതിയിലായിരിക്കുന്നു എന്നും 3, 4 ശ്ലോകത്തിലൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. നല്ലതായി ഭരിച്ച് സത്യവാനായ നല്ലവനായ ആ രാജാവിന്റെ ഭരണത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ തന്നെ എന്റെ സമയത്ത് ഇങ്ങനെ സംഭവിച്ചോ എന്നുള്ള വിഷമം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം ആൾക്കാർ ഗ്രീഡിയായി എന്ന് പറഞ്ഞു, വഞ്ചകന്മാരായി എന്ന് പറഞ്ഞു, ജീവിതമാർഗങ്ങൾ സ്വീകരിക്കാൻ വളരെ പ്രയാസമാണ് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ ഡീലിങ്സ്, ഇടപാടുകളൊക്കെ നടത്തുന്നതിൽ വഞ്ചന അനുഭവപ്പെടുന്നു എന്ന് നേരത്തെ പഠിച്ചു അല്ലെ? എന്താണ്? പണം ഇടപാടുകളിലൊക്കെ അതുപോലെ ബിസിനസ് ഇടപാടുകളിലൊക്കെ ഡിസീറ്റായി എന്ന് പഠിച്ചു, വളരെ വഞ്ചന അനുഭവപ്പെടുന്നു എന്ന് പഠിച്ചു. അതുപോലെ ഫ്രണ്ട്ഷിപ്പും ചീറ്റിങ്ങിലായിട്ട് മാറി എന്നും പഠിച്ചു. പിന്നെന്താണ്? ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ, ജ്യേഷ്ഠനും അനിയനും തമ്മിൽ, അല്ലെങ്കിൽ സഹോദരനും സഹോദരിയും തമ്മിൽ, അല്ലെങ്കിൽ അച്ഛനും മകനും തമ്മിൽ, അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിൽ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷം വീട്ടിൽ അനുഭവപ്പെടുന്നതായിട്ട് പഠിച്ചു, നമ്മൾ വായിച്ചു. യഥാർത്ഥത്തിൽ ഇതെല്ലാം കലികാലം വരാൻ പോകുന്നതിന്റെ ഒരു ഇതുകൂടി ആണ്. എന്നാൽ അദ്ദേഹത്തിന് ഭഗവാന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അപ്പൊ അർജുനനെ ഞാൻ വിട്ടിട്ടുണ്ട്, അർജുനൻ മടങ്ങി വരാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നും പഠിച്ചു. അപ്പൊ ഒരുപാട് ഈ ഒമൻസ് ഒക്കെ വന്നപ്പോൾ ലക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നതായിട്ട് നമ്മൾ
കണ്ടു. അപ്പൊ 11 തൊട്ട് 20 വരെയുള്ള ശ്ലോകങ്ങളിൽ എന്തെല്ലാം പ്രയാസങ്ങളാണ് അനുഭവപ്പെട്ടത് അദ്ദേഹം കണ്ടത് എന്ന് പറഞ്ഞു. ശരീരത്തിന് എന്തു മാറ്റങ്ങൾ വന്നു, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡി, ശരീരത്തിന്റെ ഇടതുഭാഗം, അതുപോലെ എന്താണ് കൈകളെ കാലുകളെ ഒക്കെ വിറയ്ക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്ന് 11ാം ശ്ലോകത്തിൽ പറഞ്ഞു അല്ലെ. 12ൽ എന്താണ് പറഞ്ഞത്? ആനിമൽസിനുണ്ടായ മാറ്റത്തെ കുറിച്ച് പറഞ്ഞു തന്നു. യക്കോൾസ് മറ്റും എന്താണ് അവരുടെ ഒക്കെ വായിൽ നിന്ന് അഗ്നി വരുന്നതായിട്ട്, അഗ്നി സ്ഫുരിക്കുന്നതായിട്ട് തോന്നിക്കുന്നു. സൺറൈസിലൊക്കെ അത് വെറുതെ ആവശ്യമില്ലാതെ ശബ്ദമുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ പട്ടികൾ വല്ലാതെ കുരയ്ക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. പശുക്കളാണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി കടന്നു പോകുന്നു, എന്നെ അതെല്ലാം പ്രദക്ഷിണം ചെയ്യുന്നു, കാരണം അതിന്റെ ദൈന്യത എന്നോട് കാണിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കുതിരകളൊക്കെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുതിരകളൊക്കെ അതാ കരയുന്നതായിട്ട് തോന്നി. പക്ഷികളെ പോലെ, ഫീജിനെ പോലെയുള്ള പക്ഷികളും മറ്റും ഒരു മരണവാഹകനെ പോലെ എന്റെ മുന്നിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെന്താണ്, ഔൾസും മറ്റും കരയുന്നു, അതിന്റെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. കാക്കകളും മറ്റും വളരെ ഭയന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെന്താ പറഞ്ഞത്? പിന്നെ പറഞ്ഞത് സ്കൈയിൽ, ആകാശത്തിൽ എന്ന് വെച്ചാൽ എല്ലാത്തിനെ കുറിച്ചും പറയുകയാണ്. ആകാശത്തിൽ പുക വ്യാപിച്ചിരിക്കുന്നു, മൗണ്ടൻസും മറ്റും ഇടിഞ്ഞു വീഴത്തക്ക രീതിയിൽ അത് പൊട്ടിപ്പിളരുന്നതായിട്ട് തോന്നി. ക്ലൗഡ് ഇല്ലാത്ത തണ്ടർ അനുഭവപ്പെടുന്നതായിട്ട് തോന്നി. പിന്നെ കാറ്റുകളും മറ്റും വയലന്റ് ആയിട്ട് അടിക്കുന്നതായിട്ട് വന്നു. അതുപോലെ ക്ലൗഡ്സും മറ്റും എന്താണ്, ക്ലൗഡ്സിൽ നിന്ന് മഴ എന്താണ് രക്തത്തിന്റെ രീതിയിലാണ് വരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ എന്താണ്, പഞ്ചഭൂതങ്ങൾക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടായി എന്നാണ് പിന്നീട് പറഞ്ഞത്. പഞ്ചഭൂതങ്ങളെ 17ാമത്തെ ശ്ലോകത്തിൽ എന്താണ്, സൂര്യരശ്മികളും മറ്റും വളരെ കുറയുന്ന ഹതപ്രഭം എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. ആ വാക്ക് ഉദ്ദേശിച്ചോണം, പ്രഭയില്ലാത്തതായിട്ട് മാറി എന്ന് പറഞ്ഞു. സ്റ്റാർസും മറ്റും വളരെ ക്ലേശകരമായിട്ട് അടിയിടുന്നത് പോലെ നക്ഷത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നുവെങ്കിലും അവിടെ ഒരു ഇത് തോന്നുന്നില്ല. അതുപോലെ ജീവജാലങ്ങൾ മറ്റും വളരെ ക്ഷീണിതരായി, വളരെ കോപത്തോടും ക്ഷീണത്തോടും എല്ലാം കൂടി അവരിങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നതായിട്ട് തോന്നി. പിന്നെ പറഞ്ഞു, നദികളെ കുറിച്ച് പറഞ്ഞു, ശാഖാനദികളെ കുറിച്ച് പറഞ്ഞു, കുളങ്ങളെ കുറിച്ച് പറഞ്ഞു, വെള്ളം കെട്ടി നിൽക്കുന്ന റിസർവോയറിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം പ്രകടമായത് നമ്മുടെ മനസ്സിനെ വളരെയധികം എന്താണ് ഭയപ്പെടുത്തുന്നതായും മനസ്സിനെ ക്ഷോഭമുള്ളതാക്കി മാറ്റുന്നതായും പറഞ്ഞു. പിന്നെ എന്താണ്, അഗ്നി കത്തുന്നില്ല, നീ കൊണ്ട് അഗ്നിയെ കത്തിക്കാനാകുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ പശുക്കിടാക്കളെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നതായിട്ട് പറഞ്ഞു. പശുക്കള് പാല് തരുന്നില്ല. പിന്നെന്താണ്, പാസ്റ്ററിങ് ഗ്രൗണ്ടും മറ്റും ബ്രജം എന്ന് വെച്ചാൽ പുല്ല് മേയാൻ പോകുന്ന ആ ഗ്രൗണ്ടും മറ്റും എന്ത് സംഭവിക്കുന്നു, ഒരു ആനന്ദവും ഇല്ലാതെ കാളകൾ നോക്കി നിൽക്കുന്നതായിട്ടും, ചാടി കളിക്കുന്നില്ല, അവരിങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നതായിട്ട് പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് പിന്നെന്തോ പറഞ്ഞത്, ടെമ്പിളിലെ എന്താണ് വിഗ്രഹങ്ങൾക്കുണ്ടായ മാറ്റം, കരയുന്നതായിട്ട് തോന്നുന്നു, അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നതായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു. പിന്നെ സിറ്റികളെ, വില്ലേജുകളെ, ടൗൺസ്, ഗാർഡൻസ്, ഖനികളെ, അതുപോലെ പർണശാലകളെ, ഇതെല്ലാം സന്തോഷവും അതുപോലെ ഭംഗിയും നഷ്ടപ്പെട്ടതായിട്ട് അനുഭവപ്പെട്ടതായിട്ട് പറഞ്ഞു. ഇത്രയുമാണ് ഇവിടെ ഉണ്ടായ മാറ്റങ്ങളെന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ആ ശ്ലോകം 20 ഒരാളോടൊന്നുകൂടെ വായിച്ചോളൂ. ഇഷ്ടമില്ലാത്തവര് കേട്ടോട്ടെ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി? വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദൈവതാനി ദുരന്തീവ സിദ്ധന്തി ഹി ചലന്തി ച ഇമേ ജനപദ ഗ്രാമ പുരോദ്യാനാകാരശ്രമാ പൃഷ്ടശ്രീയോ നിരാനന്ദ കിമഖം ദർശയന്തിനഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പുരോദ്യാന ആകര ആശ്രമ, അതാണ് പുരോദ്യാനാകരാശ്രമ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ പിരിച്ചിട്ട് പറയൂ. ഉദ്യാന ആകര ആശ്രമ. അപ്പൊ ചേർക്കുമ്പോ എങ്ങനെ പറയും? പുരോദ്യാനാകരാശ്രമ എന്ന് വരും. പുരോദ്യാനാകരാശ്രമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വായിക്കണോ? അല്ലെങ്കിൽ നമുക്ക് 21 എടുക്കാം. ഹരേ കൃഷ്ണ. വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ.
दैवतानीरुदन्धीव सिदन्तीहुच्चलन्ती च इमे जनपदा ग्रामा पुर्योद्यानाकराश्रमाः पृष्ठश्रियो निरानन्दा किमकं दर्शयन्तीनाः हरे कृष्ण. ഹരേ കൃഷ്ണ. അത് 20 വരെ എഴുതും. ഇനി 21-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നതെന്നോട് നമുക്ക് നോക്കാം. മന്യയേതൈർ മഹോത്പാദൈർ മന്യ പുസ്തകം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേട് പറയാം. മന്യേ ഏതൈഹി മഹാ ഉത്പാദൈഹി അത്രയും ചേർത്താണ് മന്യയേതൈർ മഹോത്പാദൈർ ന്യൂനം ഭഗവത പദൈഹി ന്യൂനം ഭഗവതഃ പദൈഹി അനന്യപുരുഷ ശ്രീഭിർ അനന്യപുരുഷ ശ്രീഭിർ അനന്യപുരുഷ ശ്രീഭിഹി ശ്രീഭിർ എന്ന് പറയുന്നത് ഇവിടെ വിസർഗമാണ്. ശ്രീഭിഹി എന്നാണ്. അനന്യപുരുഷ ശ്രീഭിർ ഹീന ഭൂ ഹത സൗഭഗ ഹീന ഭൂ ഹത സൗഭഗ ഭൂർ എന്ന് പറഞ്ഞിരിക്കുന്നതും അവിടെ വിസർഗമാണ്. അപ്പം അനന്യപുരുഷ ശ്രീഭിർ ഹീന ഭൂർ ഹത സൗഭഗാഹ ഇനിയാണ് വരാൻ പോകുന്നത്. മന്യയേതൈർ മഹോത്പാദൈർ ന്യൂനം ഭഗവത പദൈഹി അനന്യപുരുഷ ശ്രീഭിർ ഹീന ഭൂർ ഹത സൗഭഗ. മന്യേ എന്നാണ് ആദ്യത്തെ വാക്ക്. ഞാൻ കരുതുന്നു ഏതൈഹി ഇവയെല്ലാം മഹത്തായ ഉത്പാദൈഹി എന്തോ ഒന്നിന്റെ ഊറ്റമായി ഉദ്ഗമിക്കുന്നതായി തോന്നുന്നു. ന്യൂനം എന്ന് വെച്ചാൽ തീർച്ചയായും ആവശ്യമായിരിക്കുന്ന ഭഗവതഃ സപ്തമി ആണ്. അവിടെ പരമദിവ്യോത്തമ പുരുഷന്റെ എന്നുള്ള അർത്ഥത്തിലാണ് ഭഗവതഃ. പദൈഹി പാദമുദ്രകൾ അനന്യ അസാധാരണമായിട്ടുള്ള മറ്റൊന്നല്ലാത്തത് പുരുഷ പരമപുരുഷനെ സംബന്ധിച്ചുള്ള പരമവ്യക്തിത്വത്തെ സംബന്ധിച്ചിട്ടുള്ള ശ്രീഭിഹി മംഗളകരമായ സൂചനകളാൽ ഹീന അപഹരിച്ചു ഭൂമി ഹത സൗഭഗ ഭാഗ്യമില്ലാതെയായി. അപ്പം മന്യയേതൈർ മഹോത്പാദൈർ ന്യൂനം ഭഗവത പദൈഹി അനന്യപുരുഷ ശ്രീഭിർ ഹീന ഭൂർഹത സൗഭഗ. മന്യയേതൈർ മഹോത്പാദൈർ ന്യൂനം ഭഗവത പദൈഹി അനന്യപുരുഷ ശ്രീഭിർ ഹീന ഭൂർഹത സൗഭഗ. വായിച്ചോളൂ പുസ്തകമുള്ളവരെ. ഹരേ കൃഷ്ണ. മന്യയേതൈർ മഹോത്പാദൈർ ന്യൂനം ഭഗവത പദൈ അനന്യ പുരുഷ ശ്രീഭിർ ഹീന ദുർഹത സൗഭഗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദുർഭഗ അല്ല മതി, ഭുർഹത ഭൂമിയാണ്. ഹീന ഭുർഹത സൗഭഗ. ഹരേ കൃഷ്ണ. വിവർത്തനം. ഭൂമിയിൽ പ്രകടമായ ഈ എല്ലാവിധ കുഴപ്പങ്ങളും സൗഭാഗ്യപൂർണമായ ലോകത്തിന് വന്നു ഭവിക്കാൻ പോകുന്ന ചില മഹാനഷ്ടത്തെ സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ പാദാംബുജ മുദ്രകളാൽ അലങ്കൃതമാകത്തക്കവണ്ണം സൗഭാഗ്യവതിയായിരുന്നു ഈ ലോകം. എന്നാൽ ഇപ്പോൾ പ്രകടമായ ഈ ദുസ്സൂചനകളൊക്കെ ഇനിമേൽ അപ്രകാരം നന്മ നിറഞ്ഞതായിരിക്കില്ല ലോകമെന്ന് വ്യക്തമാക്കുന്നു. അപ്പം നമ്മളെല്ലാവരും നിങ്ങൾ കുറെ പേരെങ്കിലും കുന്തി പ്രയർ വായിച്ചിട്ടുണ്ടാവും അല്ലെ? അതിനകത്ത് പറയുന്നുണ്ട് ഈ ഭൂമിയിൽ ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞിരുന്ന ചിഹ്നങ്ങൾ ഇവിടുന്ന് നഷ്ടമായി പോകും ഭഗവാൻ പോയാൽ എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ ഇവിടെ നിന്ന് തിരിച്ചു പോയാൽ ഈ ഭൂമിയിൽ എന്താണ് പതിഞ്ഞിരുന്ന ആ ചിഹ്നങ്ങൾ ഇല്ലാതെയാകും. ഇപ്പൊ ഭഗവാൻ ഇവിടെ നടക്കുന്നത് കൊണ്ട് ആ ചിഹ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് കുന്തി മാതാവ് പറയുന്നത്? അതെല്ലാം ഞങ്ങൾക്ക് നഷ്ടമാകും, അതൊന്നും ഞങ്ങൾക്ക് പിന്നെ കാണാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ കൃഷ്ണന്റെ തൃപ്പാദങ്ങളിലുള്ള ചിഹ്നങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുറേ ചിഹ്നങ്ങൾ ഇടത് കാലിലുമുണ്ട് വലത് കാലിലുമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഓരോ ചിഹ്നങ്ങളെ കുറിച്ചും ഭാഗവതം പറയുന്നുമുണ്ട്. അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുമുണ്ട്. ഭാഗവതം എന്ന് പറയുന്നത് അങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും വ്യക്തമായി നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി ആ ഭഗവാന്റെ പാദങ്ങളിലുള്ള ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്
ലെഫ്റ്റ് കാലിൽ വലത് കാലിലുമുള്ള എല്ലാ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ച് നമുക്ക് വിശദീകരിച്ച് പഠിക്കാം. വലതുപാദം, തള്ളവിരലിന്റെ അഗ്രത്തിൽ എന്ത് കാണാം, എന്തടയാളം കാണാം, അത് എന്തിനെ സൂചിപ്പിക്കുന്നു, അങ്ങനെ പല ഓരോന്നും അതിന്റെ നമുക്ക് അറിയാം. കുടയുണ്ട്, സുദർശന ചക്രമുണ്ട്, ഇല്ലേ? അങ്ങനെ ബാർലിയുടെ അടയാളമുണ്ട്, കൊടിമരത്തിന്റെ അടയാളമുണ്ട്, താമരയുടെ അടയാളമുണ്ട്. അങ്ങനെ ഓരോ അടയാളവും അതിന്റെ സൂചനയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഹരേ കൃഷ്ണ. അപ്പോഴത്തേക്ക് ഈ ശ്ലോകങ്ങള് നിങ്ങളൊന്ന് ഇത്രയും ശ്ലോകം ഞാൻ എടുത്തു. അത് ആരെങ്കിലും ഒന്ന് പുസ്തകം ഇല്ലാത്തവർക്ക് വിട്ടുകൊടുക്കണം, അവർക്കൊന്ന് വായിക്കണം. വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വേർഡ്സ് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് ഇതുവരെയും പുസ്തകം ഇല്ലാതാണ് നിങ്ങൾ കേട്ടതെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. എന്നെ വിഷമം തോന്നുന്നു. ഹരേ കൃഷ്ണ.